വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ എച്ച് ആയിരുന്ന സീത എന്ന് പറയുന്ന വ്യക്തി അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായി, സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പണം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 65-70 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ സാലറി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇവർ ആ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കണം. അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ പോലീസ് ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി, ഇത്രയും ദിവസമായിട്ട് അവർ പ്രതിയെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ പോലീസ് കൊടുക്കുകയാണ് ചെയ്തത് പ്രതിക്ക് വേണ്ടി. അവിടുത്തെ പ്രധാന അധ്യാപിക അവിടുത്തെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ്, അവർക്ക് മാതൃകയാകേണ്ടവരാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്നത്. ആ തട്ടിപ്പിന് ഇവിടുത്തെ പോലീസും CPMൻ്റെ നേതൃത്വമൊക്കെ അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അവരെ പ്രതിയാക്കി, 3-ാം പ്രതിയാക്കി അവരെ കേസ് എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ 1-ാം പ്രതിയാകണ്ടേ? അവരല്ലേ യഥാർത്ഥത്തിൽ ഈ ചീറ്റിംഗ് നടത്തിയത്. അപ്പോൾ ഇതൊരു റാക്കറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു സീത എന്ന് പറയുന്ന ഒരു അധ്യാപികയ്ക്ക്, ഒരു HMന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. നമസ്കാരം. വലിയ ഒരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് ചേർത്തലയിൽ നിന്നും പുറത്തു വരുന്നത്. ടൗൺ LP സ്കൂൾ പ്രധാന അധ്യാപിക സ്കൂളിലെ ചില രക്ഷിതാക്കളെയും അധ്യാപകരെയും കബളിപ്പിച്ച് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് KSFയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് വിവരം. സ്കൂളിലെ പ്രധാന അധ്യാപികയും CPMൻ്റെ അധ്യാപക സംഘടനയുടെ നേതാവുമായ NR സീതയാണ് ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ് നടത്തിയത്. സ്കൂളിലെ അധ്യാപകരുടെ പേരിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി KSFയുടെ വിവിധ ശാഖകളിൽ നിന്നും പണം തട്ടിയതിനു പുറമെ സ്കൂളിൻ്റെ പേരിലും നിരവധി അഴിമതി പ്രവർത്തനങ്ങൾ ഈ പ്രധാന അധ്യാപിക നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൽ AC സ്ഥാപിക്കാനെന്ന പേരിൽ സ്കൂളിൽ അടുത്തിടെ ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു. ഇതിൽ നിന്നും ലാഭമായി 2.25 ലക്ഷത്തോളം രൂപ സ്കൂളിന് ലഭിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ഈ പണം എങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ബിരിയാണി ചലഞ്ചിലേക്ക് ആവശ്യമായ സാധനങ്ങളിൽ പലതും സ്പോൺസർമാർ നൽകിയതായിരുന്നു. ഈ ബിരിയാണി ചലഞ്ച് വൻതോതിൽ PTA-യും രക്ഷിതാക്കളും ഏറ്റെടുക്കുകയും ചെയ്തു. ഓരോ കുട്ടികളോടും ഒന്നിൽ കൂടുതൽ ബിരിയാണി വാങ്ങാനും സമ്മർദ്ദം ചെലുത്തിയിരുന്നതാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. പല അധ്യാപകരും കുട്ടികളിൽ നിന്നും പണം പിരിക്കുന്ന ബിരിയാണി ചലഞ്ചിൽ വിമുഖത കാട്ടിയെങ്കിലും പ്രധാന അധ്യാപികയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. 20ഓളം ബിരിയാണി വാങ്ങിയവർ വരെയുണ്ടെന്നാണ് വിവരം. സ്കൂളിലെ PTA ഫണ്ടിലും വൻ തിരിമറി നടത്തിയിട്ടുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ അധ്യാപികയെ തേടി പോലീസ് എത്തിയതോടെയാണ് PTA ഭാരവാഹികളടക്കം വിവരം അറിയുന്നത്. PTA ഫണ്ടിൽ മാത്രമല്ല, കുട്ടികളുടെ സമ്പാദ്യ പദ്ധതിയിൽ നിന്ന് വരെ ടീച്ചർ കൈയിട്ട് വാരിയതായാണ് വിവരം. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിലും വൻ അഴിമതി നടന്നതായാണ് വിവരം. സ്മാർട്ട് ക്ലാസ് റൂം അടക്കം നിർമ്മിക്കുന്ന 2-നില കെട്ടിടത്തിന്റെ പേരിലും ഈ അധ്യാപിക ആരോപണം നേരിടുന്നു. LP വിദ്യാർത്ഥികൾ മാത്രമുള്ള ഈ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച 2-നില കെട്ടിടത്തിൽ സ്റ്റെയർകേസ് ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് സ്കൂളിൽ നടന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അധ്യാപികയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ ഇടതു സംഘടനയായ KSTA-യുടെ ജില്ലാ കമ്മിറ്റി അംഗമായ അധ്യാപികയെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. CPMന്റെ പിൻബലമുള്ളതിനാൽ ടീച്ചർക്കെതിരെ സംസാരിക്കാൻ പോലും ഭയക്കുന്ന അവസ്ഥയാണ്. ചേർത്തല ടൗൺ LP സ്കൂൾ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ HM ആയിരുന്ന സീത എന്ന് പറയുന്ന വ്യക്തി അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായി, സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പണം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. KSFയിൽ നിന്ന് KSFയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അറിയാവുന്നത്. ഇപ്പോൾ KSF എന്നാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ വല്ല സഹകരണ സ്ഥാപനങ്ങളോ ബാങ്കുകളിൽ നിന്നൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്രിമമായി അവിടെ ഉണ്ടാക്കി. അവിടെ നല്ല സ്കൂളുകൾ 700-ഓളം കുട്ടികൾ LKG UKG അതുപോലെ തന്നെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലുള്ള സ്കൂളാണ്. ഏതാണ്ട് 700-ഓളം കുട്ടികളുണ്ട്. ചേർത്തല ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. വളരെ നന്നായിട്ട് ഞങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി ഇരുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വളരെ സഹകരണത്തോടു കൂടിയാണ് ആ സ്കൂളിനെ ഈ രീതിയിലാക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ സ്കൂള് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് കഴിഞ്ഞ അവിടെ PTA-യുടെ നേതൃത്വത്തിൽ നടത്തി. ആ ബിരിയാണി ചലഞ്ചിലുണ്ടാക്കിയ ഏതാണ്ട് 2-3 ലക്ഷം രൂപയോളം ആ രൂപ കാണാനില്ല.
അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള 10 ലക്ഷം രൂപ അവിടുത്തെ ബിൽഡിംഗ് പണിയുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് 22 ലക്ഷം. ഈ കാണുന്ന പൈസകളോ ഒന്നും ഇപ്പോൾ അവിടെ ഫലത്തിലില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സാലറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ വ്യാജമായ സാലറി സർട്ടിഫിക്കറ്റ്. കാര്യം അവിടുത്തെ ജീവനക്കാർ, അവിടുത്തെ അധ്യാപകരും അല്ലാതുള്ള ആളുകൾ, ഓണറേറിയം വാങ്ങിക്കുന്ന ആളുകളുടെ പോലും സാലറി, ശരിക്കും പറഞ്ഞാൽ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ആ സാലറി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇവർ ആ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കണം. അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ പോലീസ് ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് അവർ പ്രതിയെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ പോലീസ് കൊടുക്കുകയാണ് ചെയ്തത് പ്രതിക്ക് വേണ്ടി. അതായത് ഈ ഹെഡ് മിസ്ട്രസിന് വേണ്ടിയിട്ട്, സീത എന്ന് പറയുന്ന HMന് വേണ്ടിയിട്ട്. കാരണം അവർ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളിൽ വന്നപ്പോൾ ഇതിനു മുമ്പ് പോലീസ് ഈ പരാതി പലതും അവിടെ കൊടുത്തിരുന്നുവെങ്കിൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റു നടപടികളോ ഒന്നും എടുത്തില്ല. അവർ KSTAയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. KSTA എന്ന് പറയുന്ന CPMൻ്റെ അധ്യാപക സംഘടനയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ ദിവസം എനിക്കറിയാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ദിവസം ഒരു ആശാ വർക്കർമാർക്ക് എതിരായിട്ട് സമരം നടത്തിയവരാണ് അവർ. കാരണം ആശാ വർക്കർമാർക്ക് 6000-7000 രൂപ ഓണറേറിയം അതുപോലും കൊടുക്കാത്തതിനെതിരായിട്ട് വ്യാപകമായി, ഇന്ന് പ്രത്യേകിച്ച് വനിതാ ദിനമാണ്, ഇന്ന് വനിതാ ദിനത്തിൽ പോലും ഒരു സെക്രട്ടേറിയറ്റ് നടയിൽ എത്രയോ 10-24 ദിവസമായിട്ട് ഉപവാസമിരിക്കുക. അവർക്കെതിരായിട്ട് ഇവർ സമരം നടത്തിയവരാണ്. ആ സ്കൂളിലെ HM എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അധ്യാപിക, അവിടുത്തെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ്, അവർക്ക് മാതൃകയാകേണ്ടവരാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്നത്. ആ തട്ടിപ്പിന് ഇവിടുത്തെ പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ CPMൻ്റെ നേതൃത്വമൊക്കെ അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. കാരണം യഥാർത്ഥത്തിൽ അവരാ നിയമപ്രകാരമുള്ള, ഇപ്പോഴും എനിക്കറിയാൻ കഴിഞ്ഞാൽ, ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, പക്ഷേ ഇപ്പോഴും അവരെ മൂന്നാം പ്രതിയാക്കി അവരെ കേസ് എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ഒന്നാം പ്രതിയാകണ്ടേ? അവരല്ലേ യഥാർത്ഥത്തിൽ ഈ ചീറ്റിംഗ് നടത്തിയില്ല. വേറെയുള്ള അധ്യാപകരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച്, ഈ ഡ്രോയിങ് ഓഫീസറാണെങ്കിൽ പോലും ഇവരെ എങ്ങനെ ഈ സാലറി സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കാൻ കഴിയും? ഈ സാലറി സർട്ടിഫിക്കറ്റ് അവിടെ ചെന്ന് സാലറി KSFBയിൽ നിന്ന് പണമെടുത്തെങ്കിൽ, ആ പണമെടുത്തുവെങ്കിൽ അവിടെ ചെന്ന് ഒപ്പിടേണ്ടത് ആരാ? അതും ഇവർ ആരെങ്കിലും കൊണ്ടുപോയി ഒപ്പിടിക്കുകയായിരിക്കും ചെയ്തിരിക്കുന്നത്. കാരണം അതാണല്ലോ യഥാർത്ഥത്തിലുള്ള അധ്യാപകരല്ല, അല്ലെങ്കിൽ ആ അധ്യാപകരാണോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയും KSFBയിലുള്ളവർക്കില്ലേ? അപ്പോൾ അവരന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു റാക്കറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു സീത എന്ന് പറയുന്ന ഒരു അധ്യാപികയ്ക്ക്, ഒരു HMന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അത് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇവരെ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ, ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പ്രകടനം നടത്തുകയും KPCCയുടെ ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്നലെ രാത്രി അവർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് തേഞ്ഞു പോകുമായിരുന്നു. ഏതാണ്ട് 65-70 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്തുകൊണ്ട് അവരെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ആണ് ചെയ്യേണ്ടത്. ആ സ്കൂളിന് നല്ലൊരു പേരുണ്ടായിരുന്നതാണ്. ആ സ്കൂളിലെ കുട്ടികളുടെ ഭാവി എന്താവും? ആ കുട്ടികളുടെയൊക്കെ, അല്ലെങ്കിൽ ആ രക്ഷിതാക്കളുമൊക്കെ ഇപ്പോൾ ആകപ്പാട് വിഷമത്തിലാണ്. അപ്പോൾ തീർച്ചയായും അവർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാകണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇനിയും തുടർ സമരമുണ്ട്. ഇനി അവരെ ടെർമിനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാകും. പോലീസ് ശക്തമായ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് അവരുടെ CPMൻ്റെ അധ്യാപക സംഘടനയും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. ചേർത്തലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നിൻ്റെ പേരിൽ വന്ന തട്ടിപ്പ് വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. ഇതിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചേർത്തലയിൽ നിന്നും DK ദിലീപിനൊപ്പം രസ്യ.